പ്രവചനാതീതമായി തീരാൻ വേണ്ടി പോവുകയാണ് നിലമ്പൂർ. കാരണം നമ്മളെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്ത് നിന്ന് വെല്ലുവിളികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് എം സ്വരാജാണ് CPM സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. കടുക്കില്ലേ പോരാട്ടം. എം സ്വരാജിനെ നിർത്തുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? വിരുദ്ധ വികാരങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ മറികടക്കാൻ വേണ്ടി സാധിക്കും. എം സ്വരാജ് അവിടെ വരുന്നത് കൊണ്ടിട്ട് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ അവിടെ ഒരു ഷിനാസോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്രരായിട്ടുള്ള ആളുകളോ ഒക്കെയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ CPMൻ്റെ ഒരു സംഘടനാ മിഷണറി എത്രത്തോളം ഗൗരവത്തിൽ അതിനെടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സഖാക്കൾ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടും സംഭവിക്കില്ല. പക്ഷേ എം സ്വരാജ് വരുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിലെമ്പാടുമുള്ള DYFI SFI ആളുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിന് വേണ്ടി അതിഗംഭീരമായ ടീമും ഒക്കെ തീർച്ചയായിട്ടും CPM നിലമ്പൂരേക്ക് എത്തുകയും അവിടെ ഷാഫി പറമ്പിലിനെ പോലെ VD സതീശനെ പോലെയുള്ളവർക്ക് പണി കൂടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പിന്നെ CPM എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് വെച്ചാൽ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റാണ്. കോൺഗ്രസ്സിന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഇപ്പോൾ വടകരയിൽ ഷാഫി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ വടകരയിൽ ശ്രീമതി ടീച്ചറും ഷാഫിയും തമ്മിലുള്ള മത്സരം ഉണ്ടാകുന്നു, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടാകുന്നു. ഇതിനെയൊക്കെ തന്നെ കൗണ്ടർ ചെയ്യാനായിട്ട് ഷാഫിക്കൊക്കെ പറ്റിയേക്കും. പക്ഷെ പറ്റാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? ബ്രാഞ്ച് തലത്തിൽ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ CPMൻ്റെ അണികൾ ഉണ്ടാക്കുന്ന നരേറ്റീവ്സ് ഉണ്ട്. അതായത് ചായക്കടകളിലും മറ്റ് പല സ്ഥലങ്ങളിലും നിന്ന് ആളുകൾ ഉണ്ടാക്കുന്ന നരേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ അതൊക്കെ നടക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് അതങ്ങനെ നടക്കില്ല. കാരണം ആളുകൾ പൊതുവായിട്ട് നിന്ന് ചർച്ചയോ അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും പറയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് നിലമ്പൂർ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിൽ 7 പഞ്ചായത്തുകളിലും, അതായത് ചുങ്കത്തറ മുതൽ ഈ പറയുന്ന പോലെ നിരവധി പഞ്ചായത്തുകൾ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, ആ പഞ്ചായത്തുകളിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തതാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടൊരു 10-20 കൊല്ലം ഉണ്ടായിരുന്ന പോലെ ചായക്കടകളിൽ നിന്ന് രാഷ്ട്രീയം പറയുന്ന, കലിങ്കിൽ നിന്ന് രാഷ്ട്രീയം പറയുന്ന, വളരെ പൊതുവായി ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന നിരവധി ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. നിങ്ങൾ മലപ്പുറത്ത് കൂടി സഞ്ചരിച്ച് നോക്കിയാൽ കാണാം, അതിരാവിലെ ചായ മേടിക്കാൻ വന്നിട്ടുള്ള ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ വാട്സപ്പോ ഫേസ്ബുക്കോ പോലും ഉപയോഗിക്കാത്ത ആളുകൾ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു 10,000 പേരെങ്കിലും അല്ലെങ്കിൽ 20,000-ഓളം വരുന്ന വോട്ടേഴ്സെങ്കിലും അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വോട്ടേഴ്സിനെ കൃത്യമായി ക്യാറ്റർ ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും CPMനാണ്. കാരണം അവർക്ക് അവിടെ ഇൻപുട്ട് കൊടുക്കാനും അവർക്ക് അതിൽ ചർച്ചയാക്കാനും ഒക്കെ നടക്കും. കോൺഗ്രസിൻ്റെ ആളുകൾ പലപ്പോഴും അത്തരത്തിലുള്ളൊരു എഫേർട്ടൊന്നും ആത്മാർത്ഥമായി അവിടെ ഇടില്ല. ഒന്ന്. രണ്ടാമത്തത്, കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കുകളൊക്കെ കൊണ്ട് തന്നെ പലപ്പോഴും ചില മണ്ഡലങ്ങളിൽ അത് ഇടില്ല, ചില സ്ഥലങ്ങളിൽ അത് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി അഗ്രസീവായി ആക്റ്റീവായി നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വരാജ് എത്ര വോട്ട് പിടിക്കും എന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ളൊരു മെഷീനറി അതിഗംഭീരമായി അവിടെ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ആ മെഷീനറി വർക്ക് ചെയ്യും എന്നുള്ളത് മാത്രമല്ല, പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്താ? രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇടത് സ്വതന്ത്രം വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ PV അൻവർ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ അവിടുത്തെ ഒരു അണികൾക്ക്, അതായത് യഥാർത്ഥത്തിൽ ഉള്ള പാർട്ടി മെമ്പർമാരും DYFIയുടെ സഖാക്കളും SFIയുടെ സഖാക്കളുമായിട്ടുള്ള ആളുകൾക്ക് വലിയ തോതിൽ ഉത്തേജനം പകരുന്ന ഒരാളാണ് സ്വരാജ് എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അദ്ദേഹവുമായി ഞാൻ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് അവിടെ ഡാം സീരിയസ് ആയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ഇലക്ഷൻ അടുത്ത 20-22 ദിവസത്തേക്ക് നമുക്ക് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒപ്പം യഥാർത്ഥത്തിൽ PV അൻവർ തോൽക്കാനായിട്ട് മാത്രം ഉള്ള ആളല്ല സ്വരാജ്. തോൽക്കുകയോ ജയിക്കുകയോ ഒക്കെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം തൃപ്പൂണിത്തുറയിൽ എന്ത് നിർത്തിയാലും പക്ഷേ അവിടെ ഷൗക്കത്തല്ലാതെ മറ്റാര് ജയിക്കും? അല്ല, അതൊക്കെ നമ്മളിപ്പോൾ അതൊരു ബേസിക്കലി അതൊരു UDF കൾച്ചറുള്ളൊരു മണ്ഡലമാണ്. അവിടെ പാർട്ടി ചിഹ്നത്തിലാകെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് 2 തവണ K കുഞ്ഞാലി എന്ന് പറയുന്ന പഴയ അദ്ദേഹം CPMൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം CPMൻ്റെ നേതാവാണ്. അദ്ദേഹം വെടിയേറ്റ് മരിച്ചതിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ നിന്ന് MP ഗംഗാധരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ജയിക്കുകയാണ് ചെയ്തത്. ഈ കൾച്ചറൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും CPMനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇപ്പോൾ 2021 ആര് മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ് ചർച്ച കോൺഗ്രസ് നടത്തിയതാണ്. ആ കോൺഗ്രസ് നടത്തിയ ചർച്ചയുടെ മുകളിലേക്കാണ് 99, അതായത് അതിനു മുമ്പ് 90 സീറ്റുകളുണ്ടായിരുന്നു, 99 സീറ്റുകൾ എന്നുള്ള ലെവലിലേക്ക് അധികാരത്തിൽ വന്നത്. ഇനി ഞാൻ തിരിച്ച് താങ്കളോടൊരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ രാഷ്ട്രീയത്തെ വളരെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. CPMൻ്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിന് വലിയ തോതിൽ പൊതു സ്വീകാര്യത ഉണ്ടോ ഇല്ലയോ? ഇല്ല, നിലവിലില്ല. 2016 മുതൽ അദ്ദേഹം 5 കൊല്ലം ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നില്ല. വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നു. 2000
എന്താണ് 2021 ശേഷം രണ്ടാമത് അധികാരം ലഭിച്ചതിന് ശേഷമാണ് വലിയ രീതിയിൽ തെറ്റാണ്. 2020 വരെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിച്ഛായ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2019, 20, 21 വരുമ്പോൾ നമ്മൾ കാണുന്നത് 90 സീറ്റുകൾ നേടിയിട്ടുള്ള ഇടതുപക്ഷത്തിന് വേണ്ടി, പിണറായിക്ക് വേണ്ടിയും ആളുകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു, 99 സീറ്റുകളിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മറ്റേ ഒന്നും രണ്ടാകും ഇപ്പം സ്വരാജ് പറയുകയും ചെയ്തു. എന്താണ്, ജനങ്ങൾക്കിടയിൽ ഒരു പൊതുവികാരമുണ്ട്. അതായത് വീണ്ടും കേരളത്തിൽ ഭരിക്കാൻ എന്താണ് നിയമസഭയിൽ LDF തന്നെ വരണം, CPM തന്നെ വരണമെന്ന്. ആ ഒരു സാധനം, പൊതുവികാരം. പിന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റു ചില കാര്യങ്ങളൊക്കെ കൂടി ചേർന്നതാണ്. ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൽ 100 പേരും ചെന്ന് അങ്ങോട്ട് വോട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിൽ 51 പേര് വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പം ഇന്ത്യ ഭരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് 50% വോട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. മാക്സിമം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം 37% BJP, അല്ലെങ്കിൽ 39%, 40% താഴെ വരുന്ന BJP ആണ് ഭരിക്കാൻ പോകുന്നത്. ഇനി കേരളത്തിൽ മാറാൻ പോകുന്ന പ്രശ്നം എന്താ? പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 60% അല്ലെങ്കിൽ 70%, 75% വോട്ടെടുപ്പ് നടക്കുന്നു. ആ വോട്ടുകളിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയാലും മതി ഇടതുപക്ഷത്തിന് ജയിക്കാൻ. പറഞ്ഞാൽ മനസ്സിലായോ? കഴിഞ്ഞ തവണത്തെ നിങ്ങളെടുത്ത് പഠിച്ചാൽ മതി. 2021 എങ്ങനെയാണ് ഈ പറയുന്ന CPM അധികാരത്തിലേക്ക് എത്തിയതെന്ന് പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മിക്ക സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള ത്രികോണ പോരാട്ടത്തിൽ, ആ ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? CPM-ന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്നറിയാമോ? രണ്ട് മുന്നണികൾക്കും, അതായത് UDF-നും LDF-നും സീറ്റ് നമ്പർ ഓഫ് വോട്ട്സ് കുറയുകയാണ് ചെയ്തേക്കണേ. നമ്പർ ഓഫ് വോട്ട്സ് കുറഞ്ഞിട്ടും ഏതാണ്ട് 18 സീറ്റുകളിൽ UDF അധികാരത്തിൽ UDF ജയിച്ചു. മനസ്സിലായോ? ആ UDF ജയിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പം എങ്ങനെയാണ് ആലത്തൂർ ഈ പറയുന്ന രമ്യ ഹരിദാസ് തോറ്റത്? അവിടെ തോക്കാനുള്ള കാരണം BJP-യുടെ വോട്ട് ക്രമാതീതമായി കൂടിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SDPI ഇപ്പോൾ അവിടെ മത്സരിക്കുന്നുണ്ട്. നാളെ PV Anwar കൂടി വന്ന് മത്സരിച്ചാൽ കടുക്കും സ്വാഭാവികമായിട്ട്. ഇപ്പം PV Anwar മത്സരിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് CPM എന്നുള്ള കുറേ വോട്ട് മാത്രമല്ലേ, അതായത് CPM-ലേക്ക് കഴിഞ്ഞവണ നേടിക്കൊടുത്ത വോട്ടുകൾ മാത്രമല്ലേ PV Anwar-ന് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ്. നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് മറ്റേ മാക്സും എന്ന് പറയുന്ന പോലെ കറക്റ്റായിട്ട് ഒന്ന് വലിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടിട്ടൊന്നും ജയിക്കാൻ അല്ലെ. ഇവിടെ BJP ഇല്ലെങ്കിൽ ആ വോട്ടുകൾ മുഴുവൻ സ്വരാജിലേക്ക് പോകുമോ? ഒരിക്കലും സംഭവിക്കില്ല. വോട്ടുകൾ മുഴുവനൊന്നും ഒരിക്കലും BJP വോട്ടുകൾ സ്വരാജിനായിരിക്കും. BJP വോട്ടുകൾ ഇല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ BJP അനുകൂല വോട്ടുകളോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മിക്കവാറും ഞാൻ പറയുന്നത് ഹാർഡ് കോർ BJP അനുകൂല വോട്ടുകളോ, അല്ലെങ്കിൽ ഒരു SNDP-ക്കൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളോ ഒക്കെ തന്നെ സ്വരാജിലേക്ക് പോയേക്കാം. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എൻ്റെ സംശയം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ്. അതായത് പിന്നെ CPM ഇപ്പോൾ ഈ തീരുമാനമെടുത്തിട്ടുണ്ടാവുക എന്താണെന്ന് കൂടി ഞാൻ സംശയിക്കുന്നുണ്ട്. ആ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാകും എന്ന് CPM ഇപ്പോഴും വിശ്വസിക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് കൃത്യമായ ഇൻഫർമേഷൻസ് ഒരുപക്ഷെ CPM-ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കരുളായി പോലുള്ള പഞ്ചായത്തുകളിൽ ചിലപ്പോൾ CPM-ന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. പക്ഷേ മറ്റ് ചില പഞ്ചായത്തുകളുണ്ട്, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല. ആ പഞ്ചായത്തുകളിലൊക്കെ തന്നെ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ആ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എല്ലാ വോട്ടുകളും കോൺഗ്രസ്സിലേക്ക് വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അതിനെ കൃത്യമായ ശ്രദ്ധയോടുകൂടി കോൺഗ്രസ് പണിയെടുത്തില്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ടും അത്തരം വോട്ടുകൾ ചിലപ്പോൾ പോൾ ചെയ്യപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ആ ഒരു പ്രതീക്ഷയുടെ പുറത്തുകൂടി ആയിരിക്കും സ്വരാജ് എത്തുന്നത്. സ്വരാജ് വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ 263 ബൂത്തുകളിലേക്കും ചാർജുള്ള അതിമിടുക്കന്മാരായിട്ടുള്ള സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കൾ ഉണർന്നെഴുന്നേക്കും. മനസ്സിലായ? അവരെ ആവേശത്തോടുകൂടി, അത്യാവേശത്തോടുകൂടി അവിടെ വർക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് ആ ഒരു മാറ്റമാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈസി വാക്ക് ഓവർ വിചാരിച്ചിട്ട് ആരും ഇരിക്കരുത്. ടെൻഷനൊന്നും ആരും അടിക്കണ്ട. ഞാനിപ്പോൾ വ്യക്തികളിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, അവരുമായിട്ടൊക്കെ എനിക്ക് പല പരിചയങ്ങളുള്ളതാണ്, അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കാൻ കഴിയില്ല. പിന്നെ ഇന്ന് സ്വരാജിൻ്റെ പത്രസമ്മേളനത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ
PV അൻവർ എന്ന് പറയുന്ന ഒരാളെ പോലും എതിർപക്ഷത്ത് എം സ്വരാജ് നിർത്തുന്നില്ല എന്നുള്ളതാണ്. എം സ്വരാജ് പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റേ ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു പ്രതീക്ഷ നിറവേറ്റാൻ സാധിച്ചില്ല. പക്ഷെ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഒന്നും കുറ്റം പറയുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എം സ്വരാജ് പറഞ്ഞു നോക്കുന്ന മറ്റൊരു വാചകം കൂടിയുണ്ട്. വ്യക്തികളെല്ലാവരുമായിട്ട് എനിക്ക് സൗഹൃദമുള്ളതാണ്, അതുകൊണ്ട് വ്യക്തിപരമായ ഒരു തെരഞ്ഞെടുപ്പായി അല്ലെങ്കിൽ അവരെതിരാളികളായിട്ടൊന്നും കണക്കൂട്ടേണ്ട കാര്യമില്ല, ഇത് ഗുസ്തിയല്ല, പകരം നിലപാടുകൾക്കെതിരെയാണെന്നാണ് എന്ന് പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ ഈ താങ്കൾക്ക് മനസ്സിലാകുമെന്നറിയില്ല, പക്ഷെ കേൾക്കുന്ന രാഷ്ട്രീയക്കാർക്കൊക്കെ മനസ്സിലാവും. പല രാഷ്ട്രീയക്കാർക്കും, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല രാഷ്ട്രീയക്കാർക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ ചിന്താഗതി. അതായത് അകത്ത പാർട്ടിയിൽ അവരനുഭവിക്കേണ്ടി വന്ന അവഗണനകളും പരിഹാസങ്ങളും പുച്ഛവും എല്ലാം കേട്ടുകൊണ്ടും വിധേയത്വത്തോടുകൂടി നിൽക്കേണ്ടി വരുന്നതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അമർഷമുള്ള നിരവധി നേതാക്കൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ ശത്രുവിന്, ഇപ്പം CPM-ൻ്റെ ശത്രുവിന് CPM-നോടുള്ളതിനേക്കാൾ വലിയ പക ചിലപ്പോൾ CPM-ന് ഉള്ളിൽ നിൽക്കുന്നവർക്കുണ്ടാവും. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇത് പലപ്പോഴും ഞാനിപ്പോൾ CPM-നെ പറഞ്ഞത് മനഃപൂർവ്വമാണ്, കാരണം യഥാർത്ഥത്തിൽ ഇത് മറ്റൊരു പാർട്ടിക്കാണ് യോജിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പകകൾ കൂടി അവിടെ കൃത്യമായി വന്നേക്കാം എന്ന് പറയുന്ന പ്രതീക്ഷ CPM-നുണ്ട്. അതുകൊണ്ട് ഇനി ഞാനൊരു കാര്യം കൂടി തുറന്നു പറയാം താങ്കളോട്. CPM-നെ സംബന്ധിച്ചോളം അവിടെ നിൽക്കുന്ന അവസ്ഥ എന്താ? CPM ഒരു നാരോ മാർജിനിൽ തോറ്റാൽ പോലും യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിനോ UDF-നോ വലിയ തിരിച്ചടിയാണ്. തിരിച്ചടിയാണ്. കാരണം നാരോ മാർജിനിൽ CPM തോക്കാണെന്ന് വിചാരിക്കട്ടെ, UDF ആണ് ജയിക്കുന്നത്. ബട്ട് സ്റ്റിൽ UDF-ന്റെ നേതൃത്വത്തിന് VD സതീശനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഒക്കെ തന്നെ അത് വലിയ തോതിൽ ഡാമേജാണ്. ആ ഡാമേജ് കൃത്യമായി പരിഹരിക്കണമെങ്കിൽ അവിടെ വലിയ തോതിലുള്ളൊരു വിജയം ഉണ്ടായേ പറ്റൂ. ഇനി UDF നേരിടുന്ന അടുത്ത പ്രശ്നം എന്താ? അടുത്ത പ്രശ്നം PV അൻവർ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. PV അൻവർ UDF-ലേക്ക് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. വന്നില്ലെങ്കിൽ PV അൻവർ പിടിക്കാൻ പോകുന്ന ഓട്ടത്തിലായിരിക്കും നമ്മൾ ആലോചിച്ച് കാണണം. ഒന്ന് കാരണം എന്ന് വെച്ചാൽ PV അൻവറിൻ്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ മമതാ ബാനർജി മുതൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ പറയുന്ന തീപാറുന്ന മറ്റേ യുവ നേതൃത്വങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും തന്നെ അവിടെ എന്ത് ചെയ്യും? ക്യാമ്പയിൻ ചെയ്യും. അഭിഷേക് ബാനർജിയും മഹുവ മൊയ്ത്രയുടെയൊക്കെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോദി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഇന്ത്യയിലെ കുന്തമുനയായിട്ടാണ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്രൗഡ് മഹുവ മൊയ്ത്രനെ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ മഹുവ മൊയ്ത്ര മുതൽ ഡെറിക് ഒബ്രൈൻ മുതൽ ഈ പറയുന്ന പോലെ മറ്റേ ക്രിക്കറ്റ് താരം മുതൽ ഉള്ള ആളുകളൊക്കെ തന്നെ പ്രചരണത്തിന് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ തോതിൽ ഈ പറയുന്ന പോലെ വോട്ടിൻ്റെ സ്പ്ലിറ്റ് ഉണ്ടാക്കും. ഇനി ഇതിൽ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? അടുത്തൊരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ അതിനോടൊപ്പമാണ് നമ്മൾ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവും CPM-ൻ്റെ അതിഗംഭീരമായിട്ടുള്ള മെഷീനറിയും വരുന്നതിനെ കൂടി കാണേണ്ടത്. ഏത് തരത്തിലുള്ള നരേറ്റീവുകളും ബിൽഡ് ചെയ്യാൻ അവർ സാധിക്കും, സജ്ജമാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.